ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ അരങ്ങേറുന്ന സിനിമാറ്റിക് ഓഡിയോ നാടകം ശ്രുതി. കോളേജ് ക്യാമ്പസുകളിലൂടെ ഇതാ വിരിയുന്ന പ്രണയമല്ല ജീവിതം എന്ന് തന്നെ വിളിച്ചോതുന്ന കഥ. ഹലോ. ഹലോ ശ്രുതി, ഇത് ഞാനാ നിന്റെ. ആരോടോ താൻ? എവിടെയായിരുന്നടോ ഈ നീണ്ട ഒരു വർഷം? താനെന്നെ ചതിക്കുകയായിരുന്നൂലേ? ഒരു പൊട്ടിയെ പോലെ താൻ എന്നെ കണ്ടു. എന്നെ ചതിക്കാൻ തനിക്ക് എങ്ങനെയാണ് തോന്നിയത്? ഒന്നും കേൾക്കാൻ ഞാൻ തയ്യാറല്ല. എനിക്കൊന്നും കേൾക്കണ്ട. ശ്രുതി, എനിക്കറിയാം ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും ഞാൻ മനഃപൂർവ്വമായിരുന്നില്ല. ഞാൻ വേണോന്ന് വെച്ചിട്ടല്ലടോ. ഞാൻ പറയുന്നത് താനൊന്ന് കേക്ക് പ്ലീസ്. എന്നോട് കേൾക്കാൻ പറയാനുള്ള യാതൊരു അവകാശവും തനിക്കില്ല. അത് താൻ ആദ്യം മനസ്സിലാക്കുക. ഞാൻ പറയുന്നത് ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒരിക്കലെങ്കിലും കേൾക്കാനുള്ള ക്ഷമ കാട്ടിയിട്ടുണ്ടോ താൻ? ശ്രുതി പ്ലീസ്, നീ എന്നെ മനസ്സിലാക്ക്. രാത്രി അത്രയും വൈകി വരുന്ന ഫോൺ കോളിന് വേണ്ടി ഞാൻ അങ്ങനെ കാത്തു കിടന്നിട്ടുണ്ട്. ഇതൊന്നും താൻ മനസ്സിലാക്കിയില്ല. എന്നിട്ടും താൻ എന്നോട് ഇത്രയും ചതി ചെയ്തു. പ്ലീസ്, നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഫോൺ വെക്കരുത് പ്ലീസ്. സോറി ശരൺ, ഇനിയും താൻ പറയണ ഈ കഥകളൊക്കെ കേട്ടോണ്ടിരിക്കാൻ ഞാനൊരു പൊട്ടിയല്ല കേട്ടോ. ഇനിയും തന്നെ ഞാൻ വിശ്വസിച്ചാൽ അത് ഞാൻ എന്നോട് ചെയ്യുന്ന വലിയ ചതിയായി പോകും. ഇനിയും ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് താൻ കടന്നു വരരുത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്തൊരു സ്വപ്നമാണെന്ന് താൻ ദയവ് ചെയ്ത് ഇനി എൻ്റെ ജീവിതത്തിലേക്ക് വരരുത്. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്, അവസാനത്തെ. പ്ലീസ്. താളം തെറ്റിയ ഓരോ മനസ്സിനും പറയാനുണ്ടാകും ആത്മാർത്ഥമായി ആരെയോ സ്നേഹിച്ച് തോറ്റുപോയ കഥ. മധുരമേറിയ പഴയ ഓർമ്മകൾ മനസ്സിനെ എന്നെന്നും കുത്തിനോവിക്കും, അത് തിരികെ വരുന്നതുവരെ. ആൻഡ്രോയിഡ് ടിപ്സ് ആൻഡ് ട്രിക്സ് വാട്സാപ്പ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന 6ാമത്തെ സിനിമാറ്റിക് ഓഡിയോ നാടകം ശ്രുതി. കഥ ദിവ്യ, തിരക്കഥാ സംവിധാനം CK, തിരക്കഥാ സഹായികൾ വിസ്മയ്, അപർണ, അഫിയ. മറക്കാതെ കാണുക. എന്തല്ലേ ടീച്ചർ താമസിച്ചേ? എന്ത് പറയാൻ എൻ്റെ പൊന്നു ടീച്ചറെ, ബസ് വിട്ടണ്ടേ? എൻ്റെ പൊന്നു ടീച്ചറെ, ഈ സ്ട്രൈക്കുള്ള ദിവസം നമ്മൾ വരണമെന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി കഷ്ടം കേട്ടോ. പിന്നെ അല്ലാതെ, എന്തായാലും അടുത്ത മീറ്റിംഗിൽ നമുക്ക് ഈ കാര്യം പറയണം. എന്തായാലും HOD ടീച്ചറിനെ തിരക്കുന്നുണ്ട്, പെട്ടെന്ന് ഇല്ല. എൻ്റെ ദൈവമേ, അതിന് എന്തിനാണോ എന്തോ. എന്തായാലും ഞാൻ പോയി കൈനീട്ടം വാങ്ങിച്ചോണ്ട് വരാം. മേ കമ്മിങ് സർ? യെസ് കമ്മിങ്. സർ സോറി സർ, ഇന്ന് ബസ് കിട്ടിയില്ല, അതാണ് ലേറ്റ് ആയത്. ഓക്കെ ഞാനേ ടീച്ചർ അതിനല്ലേ വിളിപ്പിച്ചേ. ടീച്ചർ ലേഡി പറ്റി പറഞ്ഞില്ലേ, 1 മിസ് ശ്രുതി രാമചന്ദ്രൻ. ഞാനേ അവരുടെ സർട്ടിഫിക്കറ്റുകൾ ഞാൻ വെരിഫൈ ചെയ്തു. അടുത്ത ദിവസം തന്നെ അപ്പോയിൻമെന്റ് അയക്കൂട്ടോ. താങ്ക് യു സോ മച്ച് സർ. അപ്പോൾ ഞാൻ ഈ കാര്യം എന്തായാലും ശ്രുതിയെ വിളിച്ച് അറിയിക്കട്ടെ സർ? ലതിയ ടീച്ചറെ നിക്ക് ഒന്ന് രജിസ്റ്റർ ഒപ്പിട്ടോ. ഇല്ലേ സാലറി? അയ്യോ സോറി സർ, ഞാനത് മറന്നുപോയി. അതൊക്കെ പോട്ടെ. പിന്നെ ടീച്ചറുടെ ആ വെള്ളപ്പൂക്കളുള്ള ഈ നീല സാരി ഉണ്ടല്ലോ, ടീച്ചർക്ക് എന്നായി ചേരണ്ട. താങ്ക് യു സോ മച്ച് സർ. വെൽക്കം. പിന്നെ നമ്മുടെ രേഖ ടീച്ചറിനോട് ക്യാമ്പിനിലൊന്ന് വരാൻ പറ. ഓക്കെ സർ, ഞാൻ പറഞ്ഞു. എന്തല്ലേ ടീച്ചറെ ചിരിക്കാൻ? എൻ്റെ പൊന്നു ടീച്ചറെ, അങ്ങേരുടെ ഈ കോഴിത്തര അത് ഇതുവരെ മാറിയില്ലല്ലോ. അതായിരുന്നു. അത് ഈ നൂറ്റാണ്ടിലൊന്നും മാറാൻ തോന്നുന്നില്ല. അതൊന്നുമല്ല. ഞാനൊരു ശ്രുതിയെ പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നോ? അവൾക്ക് ഇവിടെ ജോലി റെഡി ആയിട്ടുണ്ട്. എന്തായാലും അടുത്ത ദിവസം മുതൽ അവൾ നമ്മുടെ കൂടെ കാണും. അല്ലല്ലേ ടീച്ചറെ, ഈ ശ്രുതി ആളെങ്ങനാ? നമ്മുടെ കൂട്ടത്തിലൊക്കെ നിൽക്കോ? ശ്രുതിയെ പറ്റി പറയുമ്പം അല്ലേലും ടീച്ചർക്ക് ഭയങ്കര മതിപ്പാണ്. അല്ല ടീച്ചറെ, ഈ ശ്രുതി എങ്ങനെ പരിചയം? ശ്രുതിയെ എങ്ങനെ പരിചയപ്പെട്ടതാന്ന് ചോദിച്ചാല്, ശ്രുതിയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണത്തിന് വെച്ചിട്ടാ. അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു റിലേഷൻ ഒരു കുഴപ്പവും കൂടാണ്ട് സന്തോഷമായിട്ട് പോകുന്നു. അപ്പൊ ഇന്നത്തെ നുണപറച്ചിലാവട്ടെ. ടീച്ചർ എന്നാ ശ്രുതിയെ പറ്റി പറഞ്ഞു തുടങ്ങി. ഒന്ന് പോയതാകവേട്ടാ, ചുമ്മാ ഓരോന്നിങ്ങനെ പറയാതെ. ടീച്ചർ പറ ടീച്ചറെ. അല്ലേലും ഇവിടെ ചുമ്മാ കുത്തിയിരിക്കുമല്ലയോ.
ഇതെങ്കിലും ഒരു നേരം പോക്കനാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നൊരു കുട്ടിയാണ് ശ്രുതി. പക്ഷെ അതിനെയൊക്കെ അവൾ ധൈര്യപൂർവ്വം തന്നെ മുന്നിട്ടു. അതുകൊണ്ട് തന്നെ അവളുടെ കഥ പറയുമ്പോൾ ഞാനങ്ങ് കോളേജ് ലൈഫ് മുതൽ തുടങ്ങണം. കോളേജ് ലൈഫിലെ ആ ഫസ്റ്റ് ഡേ എല്ലാ കുട്ടികളും ചാടിക്കടക്കേണ്ട ഒരു കടമ്പയുണ്ട്, റാഗിങ്. ദേ ഒന്ന് അങ്ങോട്ട് നോക്കിക്കേ, അവിടെ ശ്രുതിയുടെ അടുത്ത് രണ്ടുപേരും നിൽക്കുന്ന കണ്ടില്ലേ? നമുക്കൊന്ന് അങ്ങോട്ട് ചെല്ലാം. എൻ്റെ പേരോ ചേട്ടാ? എൻ്റെ പേര് ശ്രുതി, ശ്രുതി രാമചന്ദ്രൻ. ചേട്ടനെന്നോ? ആ പോട്ടെ, അങ്ങനെ തന്നെ നിൽക്കട്ടെ. നിനക്ക് പാട്ടോട് അറിയോ? അയ്യോ, പാട്ടൊന്നും എനിക്ക് പാടാൻ അറിയത്തില്ല ചേട്ടാ. അറിയില്ലെന്നോ? എന്നാ നീ തന്നെ ഇന്നത്തെ ഗായിക. നീ പാട്ട് പാടിയിട്ട്. അയ്യോ, ആ തല വരുന്നുണ്ടല്ലോ. ഡാ എന്തോടോ പ്രശ്നം? നിന്നോടൊക്കെ പറഞ്ഞിട്ടുള്ളോ അല്ലയോ റാഗിങ് പറ്റത്തില്ലെന്ന്? അയ്യോ സോറി തലേ, സോറി. അല്ല ഞങ്ങള് റാഗിങ് ഒന്നല്ല, എന്നാലും സോറി തലേ. ശരി, പോടാ ചെല്ലു പോ. അതൊക്കെ പോട്ടെ. എന്തുവാടി കൊച്ചേ എൻ്റെ പേര്? എൻ്റെ പേര് ശ്രുതി. രക്ഷപ്പെടുത്തിയതിന് താങ്ക്സ്. താങ്ക്സ് ഒക്കെ ഇരിക്കട്ടെ. ശ്രുതി വാ, ഞാൻ ആ ക്ലാസ്സിലോട്ട് വെക്കാം. പിന്നെ എൻ്റെ പേര് ശരൺ. ഇനി ആരെങ്കിലും തന്നെ റാഗ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ തലയുടെ ആളാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നീട് അവർ പലയിടത്ത് വെച്ച് കാണുകയും സംസാരിക്കുകയും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടി കോളേജ് ക്യാൻറ്റീനിൽ വെച്ച്. ഹായ് ശ്രുതി. ചേട്ടാ ഹായ്. താനെന്തേലും പറഞ്ഞായിരുന്നു? ഇല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യാം. ചേട്ടോ 2 കോഫി പിന്നെ 2 എഗ് പപ്സ് കൂടെ എടുത്തോ. അതൊക്കെ പോട്ടെ. തൻ്റെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ലാസ് ഒന്നും കുഴപ്പമില്ല, അതൊക്കെ സുഖമായിട്ട് പോകുന്നു. പക്ഷേ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഓഹോ, എന്തോ അതെൻ്റെ ഡൗട്ട്? നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നല്ലോ, അതൊന്ന് നോക്കട്ടെ. പറ, എന്താന്ന് കേൾക്കട്ടെ. ഈ ഫോണറ്റിക്സ് ആണ് ആകെ കൂടെ പ്രശ്നക്കാരൻ. ബാക്കിയൊക്കെ കുഴപ്പമില്ല കേട്ടോ, ബാക്കിയൊക്കെ സെറ്റ്. പക്ഷെ ഇതൊക്കെ ഡൗട്ട്സ് മാത്രം തീരുന്നതേ ഇല്ല. അത് സാരമില്ല, തനിക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എന്തായാലും കോഫി ഒന്നുമില്ല, നമുക്കിനി കഴിച്ചിട്ട് സംസാരിക്കാം. എൻ്റെ പൊന്നോ, ഇനി ഇവര് തമ്മിൽ ഇഷ്ടത്തിലാവോ ടീച്ചറെ? നശിപ്പിച്ച്. അല്ലേലും മുരളി സാർ ഇങ്ങനെ എന്തെങ്കിലും സംസാരിക്കുന്നതിനിടയ്ക്ക് കൊണ്ട് തലവെക്കും. എന്തായാലും നിങ്ങളത് ഈ കഥയൊന്ന് എന്തായാലും അവർ ചായ കുടിക്കുക. നമുക്കും ചായ കുടിച്ചാലോ? കേട്ടോ, ഒരു 4 ചായ പറയണേ. ടീച്ചർ ബാക്കി പറ, കേക്കട്ടെ. പറയാം. പിന്നെ ചേട്ടൻ്റെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ലേ? ക്ലാസ്സോ? അതിന് ആരാണ് ഇവിടെ കറക്റ്റായിട്ട് ക്ലാസ്സിലൊക്കെ കയറുന്നത്? ഇതൊക്കെ പണ്ടത്തെ കഥ. ബെസ്റ്റ്. ഇങ്ങനെ ക്ലാസ്സിൽ കയറാതെ നടന്നോ, അവസാനം സപ്ലൈ അടിക്കേണ്ടി വരും കേട്ടോ. സപ്ലൈ അത് ആമ്പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള, അത് പറഞ്ഞ് നീ എന്നെ പേടിപ്പിക്കരുത് കേട്ടാ. പറയൂ സീനിയർ, അങ്ങനെ എന്ത് കാര്യമാണോ താങ്കൾക്ക് പറയാനുള്ളത്? കേക്കട്ടെ. അതൊക്കെ പോട്ടെ. ഞാൻ തന്നോട് കുറച്ച് ദിവസമായിട്ട് കാര്യം പറയണമെന്ന് കരുതിയിരിക്കുമായിരുന്നു. എൻ്റെ ഈശ്വര, ഇതെന്താ പുതിയൊരു പൊല്ലാപ്പ്? അല്ലെങ്കിൽ യുവതികൾക്കൊക്കെ ഇങ്ങനെയാണ്. ഒരു ആണും പെണ്ണും തമ്മിലിരുന്ന് കുറച്ചു നേരം സംസാരിച്ചാൽ യുവതികൾക്ക് വല്ലാത്ത ചൊറിച്ചിലാ. പക്ഷെ ശ്രുതി എന്താണെന്നറിയത്തില്ല, എനിക്ക് അവരോടൊന്നും പറയാൻ തോന്നിയില്ല. അതെന്താ ഒന്നും പറയാത്തെ? എൻ്റെ മാത്രം ഇവർ വല്ലതും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം കാണിച്ചു കൊടുത്തേനെ അവർക്കൊക്കെ. ഇതൊന്നും ഇങ്ങനെ വിട്ടുവെച്ചാൽ ശരിയാവില്ല. അത് പിന്നെ ശ്രുതി കേട്ടോ, ഞാൻ ഒരുപാട് പെൺപിള്ളേരെ കണ്ടിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള നല്ല മൊഞ്ചത്തി കുട്ടികൾ. പക്ഷെ എന്താണെന്നറിയത്തില്ലോ, അവരോട് ആരോടും തോന്നാത്തൊരു ഒരിഷ്ടം അതെനിക്ക് തന്നോട് തോന്നുന്നുണ്ടോ? ഐ ലവ് യു. അല്ല എടോ ശ്രുതി, താൻ പെട്ടെന്നൊരു ആൻസർ പറയണമെന്നല്ല, ഞാൻ തന്നെ കമ്പൽ ചെയ്യുന്നല്ല. താൻ ആലോചിച്ചിട്ട് തൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. മനസ്സിലായി. പ്രാങ്ക് അല്ലേ, പ്രാങ്ക്. ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ. എന്തായാലും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ. ഭാവിയുണ്ട്. ഇപ്പം പൊക്കോണോടുന്നു കേട്ടോ. പ്രാങ്ക് വേറെ വല്ലതും കൂടെ ഉണ്ടോ? മനുഷ്യൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴല്ലോ, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നീ പറ. എന്താ നിന്റെ അഭിപ്രായം? ചേട്ടാ, ഞാനൊരിക്കലും ചേട്ടനെ പ്രേമിക്കണമെന്നൊന്നും കരുതിയിട്ടില്ല ഇത്രയും കാലം. അയ്യോ, ഞാൻ എങ്ങനെയാ പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ? ചേട്ടാ, ആദ്യത്തെ ദിവസം ചേട്ടൻ എന്നെ റാഗിൽ നിന്ന് രക്ഷപ്പെടുത്തി. അപ്പം തന്നെ എനിക്കൊരു സഹോദരനെ പോലെയൊക്കെ തോന്നിയുള്ളൂ. കാരണം അറിയാത്ത എന്നെ ആ സമയത്ത് ഹെൽപ്പ് ചെയ്തത് ചേട്ടനാണ്. അപ്പോൾ തൊട്ട് എനിക്കൊരു സഹോദരൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് പോലെ എനിക്ക് തോന്നിയത്. ചേട്ടനോട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു ഫ്രണ്ട്ലി അങ്ങനെയാണ് സംസാരിച്ചിട്ടുള്ളത്. പക്ഷെ പ്രേമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ചേട്ടാ.
സോറി ചേട്ടാ, സോറി. അയ്യോ, അപ്പം ഇവർ തമ്മിൽ ഇഷ്ടത്തിലല്ലല്ലേ? ഞാൻ വിചാരിച്ച് അങ്ങനെ ആയിരിക്കുമെന്ന്. അപ്പം നായകന് മാത്രമേ പ്രണയം തോന്നിയിട്ടുള്ളൂ, നായകയ്ക്ക് തോന്നിയിട്ടില്ലല്ലേ? പാവശരൻ. ഞാൻ ആദ്യമായിട്ടല്ലേ ഒരു പെങ്കൊച്ചിനോട് ഐ ലവ് യു പറയുന്നത്. ആ കൊച്ചു തന്നെ നോ പറഞ്ഞു കളഞ്ഞു. വിധി അല്ലാതെ എന്താ അല്ലേ ടീച്ചറെ? എൻ്റെ പൊന്നു മുരളി സാറേ, ആദ്യം കഥ ഫുള്ളൊന്ന് കേൾക്ക്. ലതിക ടീച്ചറെ, നിങ്ങൾ അയാളെ മൈൻഡ് ചെയ്യണ്ട, നിങ്ങൾ കഥ പറ. ഈ ഒരു സംഭവം നടന്ന ഉടനെ തന്നെ അവൾ ദേഷ്യപ്പെട്ടിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി ക്ലാസ്സിലോട്ട് പോയി. പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഇവർ തമ്മിൽ മിണ്ടാട്ടമൊന്നും ഇല്ലായിരുന്നു. കാണുമ്പോൾ സംസാരിക്കും, ചെറുതായിട്ടൊന്ന് ചിരിക്കും, അത്ര തന്നെ. അങ്ങനെ കുറേ ദിവസം അങ്ങനെ പോയി. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് അവരുടെ കോളേജ് യൂത്ത് ഫെസ്റ്റിവലായി. അന്ന് നമ്മുടെ നായിക ഒരു പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ചെസ് നമ്പർ 16. ഐ റിപ്പീറ്റ്, ചെസ് നമ്പർ 16. ഒരു കാറ്റിൻ പൂങ്കാവൽ തഴുകും പ്രിയമാം സന്ദേശവുമണയും ഒരു ചിപ്പിൽ നിന്റെ മാനസം നിറയെ പൂവിടും ആശകൾ കാണുവാൻ മോഹമായി പൂവിൻ്റെ മാറിലെ മധുവാർന്നൊരാൾ നറുത്തേ തുള്ളി പൊന്നാരം കിന്നരച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. ആഹാ, അപ്പം നമ്മുടെ നായിക ഒരു ഗായികയാണല്ലേ. കൊള്ളാം. ഹരിത ടീച്ചറെ, അവൾ പാടും, ഡാൻസ് ചെയ്യും, ഒക്കെ ചെയ്യും. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ അവൾ കലാതിലകമായിരുന്നു. അങ്ങനെ ഈ യൂത്ത് ഫെസ്റ്റിവലിനും അവൾ പങ്കെടുത്ത എല്ലാ ഇനങ്ങൾക്കും അവൾക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും അവളെ അഭിനന്ദിക്കാൻ വന്നു. ആ അഭിനന്ദനങ്ങൾക്കിടയിൽ നമ്മുടെ നായകനും ഉണ്ടായിരുന്നു, ഒരു പൂച്ചെണ്ടൊക്കെ പിടിച്ചുകൊണ്ട്. നമ്മുടെ നായകൻ ശ്രുതിക്ക് നേരെ പൂച്ചെണ്ട് നീട്ടിക്കൊണ്ട് പറഞ്ഞു, കൺഗ്രാറ്റ്സ് സുധി, നിന്റെ ജയത്തിന് വേണ്ടി മാത്രമുള്ളൊരു പൂച്ചെണ്ടല്ലേ അത്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് നീ എന്നോട് പിണങ്ങിപ്പോയി. പക്ഷേ അതെൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് നോവിച്ചു. എനിക്ക് പറ്റുന്നുള്ളൂ, എനിക്കെൻ്റെ മനസ്സിനെ ഒട്ടും പിടിച്ചു നിർത്താൻ പറ്റില്ല. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചു. പക്ഷേ എന്തോ എൻ്റെ മനസ്സ് കൂടെ കൂടെ പറയുന്നുണ്ട് നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന്. എനിക്ക് ഒട്ടും പറ്റുന്നില്ല ശ്രുതി. ഐ ലവ് യു. ശരണേട്ടാ, ഞാൻ എത്ര തവണ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും നിങ്ങളെ കാണാൻ പറ്റില്ല. പ്രേമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചേട്ടാ, ഇങ്ങനെ എൻ്റെ പിറകെ നടക്കുന്നത് ഇത് അവസാനമാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സഹോദരനെ പോലെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ, അതിലപ്പുറം ഒരു ഫ്രണ്ടായിട്ട് ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളെന്താ ഇങ്ങനെ? ഇതെൻ്റെ വിജയത്തിൻ്റെ പൂച്ചെണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ സിനിമ ഡയലോഗും അടിച്ചിട്ട് പിറകെ നടക്കണ്ട. ശരിക്കും ഒരു പ്രണയമൊക്കെ ഉണ്ടെങ്കിൽ അത് ശവക്കല്ലറയിൽ വെക്കണം പുഷ്പം പോലെ. ഇന്ന് മുതൽ ഈ കാര്യം പറഞ്ഞ് എൻ്റെ പിറകെ നടക്കരുത്, ദയവ് ചെയ്ത് വേണ്ട. ഇതും പറഞ്ഞിട്ട് അവൾ ആ പൂച്ചെണ്ടൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് നേരെ ക്ലാസ്സിലേക്ക് പോയി. പക്ഷേ ഇത് ശരണിന് നല്ല രീതിയിൽ വിഷമം ഉണ്ടാക്കി. അയ്യോ, സത്യം ശ്രുതി ഇങ്ങനെ പ്രതികരിക്കണ്ടായിരുന്നു. ശരൺ എന്തോരം വിഷമമായി കാണും. ഇതല്പം ഓവറായി പോയില്ലേ? ഏയ്, ആ പെങ്കൊച്ച് പറഞ്ഞത് അവനാണ് മനസ്സിലാക്കേണ്ടത്. അവൻ ഇനി പുറകെ നടക്കുന്നത് ശരിയല്ല, അവൻ നിർത്തണം. അവൾ പറഞ്ഞതിനും കാര്യമുണ്ട്. അതാണ് മുരളി സാറേ, ഒരാൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇഷ്ടമല്ല എന്ന് തന്നെയാണ്. പിന്നെ ആ കുട്ടിയെ ശല്യപ്പെടുത്താൻ നിൽക്കരുതായിരുന്നു. യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് വിട്ടുകൊടുക്കുമ്പോഴാണ് സ്നേഹത്തിൻ്റെ മാഹാത്മ്യം കൂടുന്നത്. ആഹാ, നിങ്ങളിപ്പോൾ ഫിലോസഫിയും തുടങ്ങിയോ ലതിക ടീച്ചറെ?
ചേട്ടാ. അയ്യോ, അത് നമ്മുടെ ശ്രുതിയുടെ സൗണ്ട് അല്ലേ? പ്രശ്നം എന്താ? എന്താ പറ്റിയത്? ടീച്ചറെ പറ പെട്ടെന്ന് പറ. നമ്മുടെ നായകനെ ബസ്സിന്റെ ഡോർ സൈഡിലല്ലേ നിന്നത്. വളവിൽ വെച്ച് ബസ് തിരിച്ചതും നമ്മുടെ നായകൻ തെറിച്ച് വെളിയിലേക്ക് വീണു. പെട്ടെന്ന് വണ്ടി നിർത്തി. ആളുകളെല്ലാം കൂടി കൈക്ക് ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നു. പുള്ളി അപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി, ആളുകളെല്ലാം കൂടി ചേർന്നിട്ട്. ഏയ് അങ്ങനെയൊന്നുമില്ല, നമ്മുടെ നായികയ്ക്ക് അപ്പോഴും പ്രണയമൊന്നും തോന്നിയിട്ടില്ല. എൻ്റെ ടീച്ചറെ, ഞാൻ ഇപ്പം വിചാരിച്ചുള്ളൂ എന്താ വീഴാത്തെന്ന്. ഇതിപ്പോൾ ക്ലീശയാണല്ലോ. നായകൻ പ്രണയാഭ്യർത്ഥന നടത്തുന്നു, ആ സമയം നായകന് അപകടമുണ്ടാകുന്നു. ആ ഈ രംഗം നമ്മൾ പല സിനിമയിലും കണ്ടുള്ളതാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും സിനിമയല്ലല്ലോ ജീവിതം, ജീവിതമല്ലല്ലോ സിനിമ. ഇത് രണ്ടല്ലേ? ആ ടീച്ചർ പറ. പിന്നീട് ശരണിൻ്റെ കൂട്ടുകാരെല്ലാം കൂടി വന്നിട്ട് ശ്രുതിയോട് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യപ്പെട്ടു. നീ നിന്റെ പ്രണയം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ കൂട്ടുകാരന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നും പുള്ളി കൈ ഒടിഞ്ഞിട്ട് ഇനി 6 മാസത്തേക്ക് അനക്കാൻ പറ്റില്ല എന്നും എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ അങ്ങ് ഭയങ്കരമായിട്ട് തളർത്തിക്കളഞ്ഞു. ആ ഒരു സിമ്പതിയിൽ നിന്ന് ശ്രുതിക്ക് ശരണിനോട് ചെറിയൊരു പ്രണയമൊക്കെ തോന്നി തുടങ്ങും. കുറച്ച് നാളുകൾക്ക് ശേഷം ശരൺ വീണ്ടും ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലും. ശ്രുതിയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു. ശ്രുതി തൻ്റെ പ്രണയം സമ്മതിക്കുകയും ചെയ്യുന്നു. ആഹാ, എന്ത് രസം. രാഘവേട്ട, പോയി മധുരം കൊണ്ടുവാ. നമ്മുടെ നായകൻ്റെ പ്രണയാവർത്തന സ്വീകരിച്ചെന്ന്. ഇതിന് വലിയ ആഘോഷമുണ്ടോ? കൊണ്ടുപോവാന്നേ മധുരം. കൂട്ടുകാരുടെ കുറേ കുറ്റപ്പെടുത്തലും സമ്മർദ്ദവും ഒക്കെ കൊണ്ട് ശ്രുതിക്ക് തോന്നുകയാണ്, ഞാൻ കാരണമാണല്ലോ പുള്ളിക്ക് ഇങ്ങനെ ഒരു അപകടം വന്നതെന്ന്. കോളേജിന്റെ വരാന്തയിലൂടെ രണ്ടുപേരും കൈയോട് കൈ ചേർത്ത് പിടിച്ച് നടക്കുകയാണ്. കോളേജിൽ മൊത്തം ബഹളമായിരുന്നെങ്കിലും അവരുടെ ചുറ്റും മൗനം തളം കെട്ടി നിന്നിരുന്നു. ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് ശ്രുതി പറഞ്ഞു തുടങ്ങി. ശരണേട്ടൻ്റെ ശ്രുതിക്കുട്ടി ഒരു കാര്യം ചോദിക്കട്ടെ, പറയോ? എന്താ ശ്രുതിക്കുട്ടി? എൻ്റെ മോള് ചോദിക്കടാ. ഞാൻ ഈ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ, പ്രണയമൊക്കെ തുടങ്ങുന്നത് ഇങ്ങനെ ആദ്യ നോട്ടത്തിൽ തന്നെ തുടങ്ങുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എന്നാ റാഗിങ്ങിൽ വെച്ചാണോ ചേട്ടന് ഇഷ്ടമായത്? ഓ, അതൊക്കെ ചുമ്മാ പറയണടി, അങ്ങനൊന്നുമില്ല. പക്ഷെ എങ്കിലും ആദ്യം കണ്ടപ്പോഴാണ് എനിക്ക് നിന്നോടും പ്രണയം തോന്നിയത്. അത് വേറെ കാര്യം. അതെങ്ങനെ? വെറുതെ കൺഫ്യൂസ് ആക്കാറ് ചേട്ടാ. എങ്ങനെയാന്ന് പറ. ആദ്യം കണ്ടത് റാഗിങ്ങിൽ വെച്ചിട്ടല്ലേ, പിന്നെ ഇപ്പൊ ഇങ്ങനെ പറയണു. അയ്യോ ചേട്ടാ, എനിക്ക് കൺഫ്യൂസ് ആവണേ. അതൊക്കെ ഉണ്ടടാ മുത്തയ്യ, ബാ ഞാൻ പറഞ്ഞുതരാം. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല, പക്ഷെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നൊരു തിങ്കളാഴ്ചയായിരുന്നു. കാരണം പിറ്റേ ദിവസം മഴയൊക്കെ പെയ്ത് കോളേജ് ഗ്രൗണ്ട് ഫുള്ള് നല്ല വെള്ളമൊക്കെ കയറി കിടന്ന സമയത്ത് ഞാനും കൂട്ടുകാരൊക്കെ കൂടെ ചേർന്ന് അടുത്ത വെള്ളമൊക്കെ തോണ്ടി വിട്ടുകൊണ്ടിരുന്ന സമയത്താണെന്ന് തോന്നുന്നു. ഒരു പട്ടുപാവാടയൊക്കെ ഇട്ട് നിൻ്റെ ആ ഒരു വരവ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു മൊഞ്ചത്തി കുട്ടി. ഓഹോ, അപ്പൊ ഈ വായനോട്ടമൊക്കെ ഇന്നലെ തുടങ്ങിയതൊന്നും അല്ലല്ലേ? അതൊക്കെ ഇരിക്കട്ടെ. എന്നിട്ട് എന്തൊക്കെ തോന്നി എൻ്റെ മോനെ? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് നീ ഭയങ്കര സുന്ദരിയായിരുന്നു. കാരണം ഇടത് കയ്യിൽ പുസ്തകമൊക്കെ പിടിച്ച് വലത് കൈ കൊണ്ട് പട്ടുപാവാടയൊക്കെ അല്പം പൊക്കി മണ്ണിനെ നോവിക്കാതെ മെല്ലെ നടന്ന് വന്ന് ഓഫീസ് റൂമിലോട്ട് കയറി. അപ്പം നീ എന്നെ നോക്കിയൊന്ന് ചിരിച്ചായിരുന്നു. എൻ്റെ സാറേ, അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇന്നലെ നടന്ന പോലെ ഓർമ്മയുണ്ട് എനിക്കത്. മോനെ, ഈ സിനിമ ഡയലോഗൊക്കെ അടിച്ച് വെറുതെ ഇങ്ങനെ പൈങ്കിളി അടിക്കണ്ട കേട്ടോ, ഇതൊക്കെ കുറച്ച് ഓവറാ. അല്ല, അങ്ങനൊന്നുമില്ല. എന്നാലും ഇത് പോയ ഇവിടുന്ന് പോയേ പറ ശ്രുതിക്കുട്ടി, എന്താടി? അന്ന് ഞാൻ പതിയെ നടന്നതേ മണ്ണിനെ നോവിക്കാതിരിക്കാനൊന്നും അല്ല കേട്ടോ. അന്ന് നല്ല മഴയായിരുന്നല്ലോ, അപ്പൊ ചെളി തെന്നി വീഴണ്ടാന്ന് കരുതി അങ്ങനെ നടന്നേ ഉള്ളൂ. പിന്നെ ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. സമ്മതിച്ച് മോളെ, സമ്മതിച്ച്. എൻ്റെ ദൈവമേ, ഇങ്ങനെ ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചിയാണല്ലോ നീ എനിക്ക് പ്രേമിക്കാനായിട്ട് കാണിച്ചത്. നിന്നോട് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എനിക്ക് വേറെ ഒന്നിനെയും കിട്ടിയില്ലായിരുന്നു തരാനായിട്ട്. എന്നെ കിട്ടിയത് തന്നെ വലിയ ഭാഗ്യ. പിന്നെ പറത്തിലോട്ടാണ്ട് വലിയ സംഭവമാണ്. നിന്ന് പോയാടുന്ന്. അത് പിന്നെ ശ്രുതിക്കുട്ടി, നമുക്ക് ക്യാൻറ്റീനിൽ വരുന്ന് പോയാലോ? അവിടെ പുതിയൊരു ഡിഷ് വന്നിട്ടുണ്ടെന്ന് കേട്ടു. പ്രണയ സർബത്തോ അങ്ങനെ എന്തോ സംതിങ്. എന്തോന്ന് പ്രണയ സർബത്തോ? അതെ, പ്രണയ സർബത്ത്. നീ കേട്ടിട്ടില്ലേ? മുഹബത്ത് കാ സർബത്ത്. എന്നാൽ ഞാനൊന്ന് പോയി നോക്കിയിട്ട് വന്നാലോ? എന്താ നിന്റെ അഭിപ്രായം? ചെല്ലി അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഹരിയല്ലേ മനുഷ്യ കുറച്ച് മുന്നേ പറഞ്ഞത് അവിടെ കറണ്ട് ഇല്ല, അതുകൊണ്ട് ക്യാൻറ്റീനിൽ ഒരു സാധനവും ഇല്ലാന്ന്.
കഷ്ടം തന്നെ കാര്യം. കറണ്ടിനോട് തന്നെ വേണോ കളി? അത് വേണ്ട വേണ്ട, എൻ്റെ മോനോട് ഇരിക്കേ. അതല്ലടി, പണ്ട് ഇതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു വീട്ടിലെ കറണ്ട് പോയപ്പോൾ ഞാൻ റെഡിയാക്കാൻ പോയായിരുന്നു. അപ്പോൾ ഒരു അടി കിട്ടിയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ബോധമില്ലാതെ കിടന്ന എനിക്ക് അടുത്ത വീട്ടിലെ ചേച്ചിയാണ് കൃത്രിമശ്വാസം നൽകിയത്. അപ്പം ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, താങ്ക്സ് ആയിരിക്കും പറഞ്ഞത്. അല്ല. പിന്നെ അപ്പം ഞാൻ ആ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഉമിക്കരിയാണല്ലേ ഉപയോഗിക്കുന്നതെന്ന്. കോമഡി. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടത്തെ പറഞ്ഞ് സംസാരിക്കാൻ ഒരാൾ പോലും ഇല്ല. എന്ത് തയ്യാറേ ഇതൊക്കെ. അല്ല ഇനിയിപ്പം ഞാനിതുപോലെ റെഡിയാക്കുമ്പോൾ എങ്ങാനും കറണ്ട് അടിച്ച് വീണ നീ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഏതാണെന്നും വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആ പൂതിയൊക്കെ എൻ്റെ പൊന്നുമോ മനസ്സിലങ്ങനെ കാത്ത് സൂക്ഷിച്ചാൽ മതി. എൻ്റെ ഒന്നും നടക്കില്ല. പിന്നെ ചെക്കൻ്റെ ഒരു ഇത് കണ്ടില്ലേ? എൻ്റെ പൊന്നു ടീച്ചറേ, ഒരു രക്ഷയില്ല. ഇതാണ് പ്രണയം. ഇതാവണോടാ പ്രണയം. അയ്യോ ടീച്ചർ ഏതാ HOD സാറ് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹേയ്, ഇതാരാ? ഹരിത ടീച്ചറോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? സുഖമാണ് സർ. സുഖമായി തന്നെ ഇരിക്കും. പിന്നെ ടീച്ചറുടെ ഈ മഞ്ഞയിൽ പുള്ളിയുള്ള സാരി ടീച്ചർ നന്നായി ചേരുന്നുണ്ട്. താങ്ക് യു സർ. സാറേ, ഞാനൊന്ന് ഷേവ് ചെയ്ത് കേട്ടോ, അപ്പോൾ എന്നെ കാണാൻ കൊള്ളാവോ? കുഴപ്പമില്ല, കൊള്ളാം. ഏയ്, ഇതാര്? രാഗ ടീച്ചറാ? ടീച്ചറെ പെർഫ്യൂം പുതിയതാന്ന് തോന്നുന്നു. ഏയ് രാഘവേട്ടാ, പിന്നെ എന്തൊക്കെയുണ്ട്? ഭാര്യയ്ക്ക് സുഖല്ലേ? ലത ടീച്ചർ അതൊക്കെ പോട്ടെ. ഞാനേ ഒന്ന് പുറത്തേക്ക് പോവാം. ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ പോക്കോട്ടോ. ഓക്കെ സർ. ഇങ്ങനെ കോഴിയൊന്നുമല്ല കേട്ടോ. കോഴിയുടെ രൂപമുള്ള ഓറാങ്കുട്ടാനാ. ഓറാങ്കുട്ടാൻ കോരങ്ങൻ. എൻ്റെ പൊന്നോ, അല്ല മുരളി സാറേ, ഈ കോഴിയുടെ രാജാവ് ഗിരിരാജൻ കോഴി ഉണ്ടല്ലോ, അതങ്ങോട്ട് എഴുന്നേറ്റ് മാറി നിൽക്കും ഇങ്ങനെ കണ്ടു കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ മണിയടിച്ച് നിന്നില്ലെങ്കിൽ ലീവിൻ്റെ കാര്യവും ലേറ്റായിട്ട് വരുന്നതിൻ്റെയൊക്കെ കാര്യം ഗോവിന്ദ. ടീച്ചർ എന്തായാലും ബാക്കിയാത്ത പറ. തലേ ഓയ് തലേ കേൾക്കുന്നില്ല. ശരണേടാ, എടാ നിക്ക്. എടാ അരുണേ, എടാ എന്താ പറ്റിയേ? എന്താ കാര്യം? എന്താ നിന്റെ ഷർട്ട് നിറച്ചെന്താ ചോര? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. തലേ അത് പിന്നെ എടാ എന്താടാ നീ കിടന്ന് വിൽക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറ. എടാ നീ എന്തിനാ ശ്രുതിയെ ഇങ്ങനെ നോക്കുന്നേ? നീ സംഭവിച്ചത് എന്താന്ന് വെച്ചാ പറ. കാര്യം എന്തുവാ? എടാ അത് പിന്നെ ആ മൊട്ട സതീശൻ പിള്ളേരൊക്കെ നിന്നെ ശ്രുതിയൊക്കെ പറ്റിയിട്ട് ഇങ്ങനെ ഓരോന്ന് മോശമായിട്ട് ഇങ്ങനെ പറയും. ആ ഋതു ആണെങ്കിൽ അവിടെ പോകാൻ ചേർന്നു. എടാ എന്തുവാടാ കാര്യം? എന്താ നീ എന്തിനിങ്ങനെ ഇന്ന് വിൽക്കുന്നേ? എന്താ നടന്നത്? നീ കാര്യം എന്താന്ന് പറ. അവര് നിങ്ങളുടെ പടമൊക്കെ മരച്ചിട്ടുണ്ട്. അവനിത് കുറെ നാള് കൊണ്ട് തുടങ്ങിയതാണ്. നീ ഇന്ന് വന്നേ, ഉള്ള മരുന്ന് ഞാനിന്ന് കൊടുക്കുന്നുണ്ട്. ശരണേട്ടാ വാ, ഇതൊന്നും വേണ്ട, നമുക്ക് പ്രിൻസിയുടെ കയ്യിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യാം. എങ്ങോട്ട് ഇങ്ങനെ തുള്ളിയിട്ട് പോകുന്നത്? വാ ശരണേട്ടാ, നമുക്ക് പ്രിൻസിയുടെ കയ്യിൽ പോയി കംപ്ലൈൻറ്റ് പറയാം. അയ്യോ അതൊന്നും വേണ്ട. പിന്നെ പ്രിൻസി പറഞ്ഞാൽ ഇത് നമുക്ക് ഡീൽ തന്നെ ഉള്ളൂ. അങ്ങനെ നമ്മുടെ നായകനും നായികയും അരുണും കൂടെ മൊട്ട സതീഷിന്റെ അടുത്തോട്ട് പോയി. ശേഷം നമ്മുടെ നായകൻ വിളിച്ചലറി, മൊട്ട സതീശേ, ഇറങ്ങി വാടാ ഇങ്ങോട്ട്. നിന്റെ മൊട്ട ഇന്ന് ഞാൻ ഉപ്പിലിടും. അത്രയ്ക്കാ നിനക്ക്? ഐശ്വര്യാണ് അത് നിന്റെ ഉണ്ട. അല്ല, നിന്റെ മൊട്ട ഞാനിന്ന് പുഴുങ്ങും. ഇറങ്ങി വാടാ ഇങ്ങോട്ട്. ഡാടാ തലേ, നിന്റെ പൊട്ട തല ഞാൻ തറയിലിട്ട് ഉരുട്ടും. നീ കിടന്ന് തൊള്ള ഉറക്കണ്ടാ, എനിക്ക് കേൾക്കാം. എന്താടാ ഞാൻ പറഞ്ഞ സത്യമില്ലേ? എടാ നീയും ആ ശ്രുതി എന്ന് പറഞ്ഞ പെണ്ണും തമ്മിൽ ലൈനില്ലടാ. എനിക്കെല്ലാം മനസ്സിലായടാ ചക്കരേ. ഇല്ല തലേ, ചെറിയൊരു സംശയം. ഈ മൊട്ട നമ്മളെ ഉപ്പിടാറില്ലല്ലോ, പുഴുങ്ങാറില്ല ചെയ്യല്. തലേ എന്നാ പിടി, ഈ കല്ല് വെച്ച് അവന്റെ മൊട്ട തലക്കിട്ട് ഒരൊറ്റ ഒന്നാണ് വെച്ചു കൊടുക്കും. ശരണാണെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കാതെ ആ അരുൺ കൊടുത്ത കല്ലെടുത്ത് മൊട്ടയ്ക്ക് നേരെ ഒരൊറ്റ ഏറ്. അവനാണെങ്കിൽ ഒഴിഞ്ഞങ്ങോട്ട് മാറുകയും ചെയ്തു. പിന്നീട് അവിടെ നടന്നത് ഒരു കല്ലുമഴ തന്നെയായിരുന്നു. പിന്നീട് അവിടെ നടന്ന കാര്യമൊന്നും പറയണ്ട, ഒരു യുദ്ധം തന്നെയായിരുന്നു. ആ യുദ്ധത്തിനിടയിൽ കല്ലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചീറിപ്പായുന്നുണ്ടായിരുന്നു. ഒരു കല്ല് നമ്മുടെ മൊട്ട സതീഷിന്റെ മൊട്ടയിൽ കൊണ്ടിട്ട് അവിടെ മറ്റൊരു മൊട്ട പൊങ്ങി. നമ്മുടെ ശ്രുതിയുടെ കയ്യിലെ കല്ല് നേരെ പോയി കൊണ്ടത് ഋതുവിന്റെ നെറ്റിയിൽ. അവളുടെ നെറ്റിയിലും ഉണ്ടായിരുന്നു ഒരു പാട്. ഋതു ആകട്ടെ ആ കിട്ടിയ കല്ല് ഒരൊറ്റ ശ്രുതിയുടെ നേരെ. പക്ഷെ ആ ശരണ്, അങ്ങനെ ശരണിന്റെ നെറ്റിയിലും ഉണ്ടായി ഒരു പാട്. എൻ്റെ ലതീ ടീച്ചറേ, ഇതിപ്പോൾ എന്താ കഥ?
എന്താ ഇവിടെ സംഭവിക്കുന്നേ? അല്ല, അവിടെ ടീച്ചേഴ്സ് ഒന്നും ഇടപെട്ടില്ലേ? അത് പിന്നെ ഹരിത ടീച്ചറെ, ആ സംഭവം നടന്നത് നമ്മുടെ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചിട്ടല്ലായിരുന്നോ? അപ്പോൾ പിന്നെ HODക്കും ടീച്ചേഴ്സിനും ഒന്നും അവിടെ പെട്ടെന്ന് ഓടിയെത്താൻ പറ്റിയില്ല. എന്താ ഇത് ടീച്ചറെ, നിങ്ങളിവിടെ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. പാവം നമ്മളെങ്ങാനും കഥ പറയുന്നതിനിടയ്ക്ക് ഒന്ന് എന്തെങ്കിലും പറഞ്ഞു പോയി കഴിഞ്ഞാൽ തൂക്കിക്കറി വെടിവെക്കലായി, അതായി ഇതായി. ആ ആ, ലതി ടീച്ചർ ബാക്കി പറ, എന്നിട്ടെന്താ സംഭവിച്ചേ? അങ്ങനെ അതൊരു യുദ്ധക്കളമായെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എടാ പരട്ടത്തലേ, നീ ഇത്രയായോ? എടാ നിനക്കുള്ള പണിയുണ്ടല്ലോ ഞാൻ വേറെ തരുന്നുണ്ട്, പക്ഷെ അത് ഇപ്പോഴല്ല, നീ നോക്കിയിരുന്നോടാ. നീ നോവിച്ച് വിട്ടത് മൂർഖ മാമനെയാ. ഇതിനുള്ള പണി ഞാൻ നിനക്ക് തന്നിരിക്കും. ഇപ്പം ഞാൻ പോവുക, പക്ഷെ ഞാൻ വരും ഇതിനുള്ള മറുപണിയുമായി. നീ കാത്തിരുന്നോ. എടാ നീ പോടാൻ പോട്ടെ, നീ പോടേർക്ക അവിടുന്ന്. നീ എന്നെ കൊണ്ട് വെറുതെ ഒന്നും പറയിപ്പിക്കരുത്. നീ പണിയുമെന്ന്. നിന്നെ ഇനി ഇവിടെ അങ്ങനെ കണ്ടുപോയേക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. ഇനി നമ്മൾ തമ്മിൽ കണ്ടാണ്ടല്ലോ നിനക്കുള്ള പണിയെപ്പറ്റി എനിക്ക് രണ്ടാമത് ആലോചിക്കേണ്ടി വരത്തില്ല. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. പിന്നീട് ശരണും ശ്രുതിയും അരുണും പിന്നെ അവരുടെ കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ചേർന്നിട്ട് ആ ചുവരിലെ ചിത്രങ്ങളൊക്കെ തുടച്ചു മാറ്റി. ഹാവു, രക്ഷപ്പെട്ട്. അങ്ങനെ ആ പ്രശ്നം അവസാനിച്ചല്ലേ? എന്നിട്ടെന്തായി? ശ്രുതി ആവട്ടെ അവളുടെ ഷോളിൽ നിന്നൊരു അറ്റം കീറി ശരണിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ ചേർത്ത് വെച്ചു. അവരെന്നിട്ട് നേരെ ഒരു വരാന്തയിലേക്ക് പോയിരുന്നു. ശ്രുതി, ഇവിടെ ഇനി നമുക്ക് കോളേജിൽ ഒരുമിച്ചെന്ന് പറയാനായിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ക്ലാസ്സൊക്കെ ആണെങ്കിൽ ഏകദേശം തീരാറായി. എനിക്ക് വിട പറയാനുള്ള സമയമായിരുന്നു. ഈ കോളേജിനോടും നിന്നോടും പിന്നെ എൻ്റെ കൂട്ടുകാരോടും എല്ലാം. പിന്നെ നിനക്കാണെങ്കിൽ 2 വർഷം കൂടെ ഉണ്ടല്ലോ അല്ലേ? കുറച്ചു നേരത്തേക്ക് അവർക്കിടയിൽ ആ മൗനം ഇങ്ങനെ തളം കെട്ടി നിന്നു. എടി ശ്രുതി, നീ ഇങ്ങനെ വിഷമിക്കാതെടി. നേരിട്ട് സംസാരിക്കാൻ പറ്റത്തില്ലെന്നല്ലേ ഉള്ളൂ. ഞാനൊരു ഫോൺ തരാം, ആവശ്യമുള്ളെങ്കിൽ അത് വിളിച്ചാൽ മതി. കുറച്ച് നാളുകൾ നമുക്ക് ഇതൊക്കെ സഹിച്ചല്ലേ പറ്റൂ. ജീവിതമാകുമ്പം സന്തോഷവും ദുഃഖവും എല്ലാം കാണത്തില്ലേ? നീ അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാനൊരു ജോലിയൊക്കെ വാങ്ങിച്ച് എന്നിട്ട് പതുക്കെ നിൻ്റെ വീട്ടിൽ വന്ന് ആലോചിക്കാം. അതുപോലെ, അതല്ലേ നല്ലത്. പിന്നീട് ഏകദേശം 1 മാസത്തിനകത്ത് അവർക്ക് എക്സാം ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ശരൺ കോളേജിന് പുറത്തും ശ്രുതി കോളേജിലും. ഇതിനിടയിൽ പലതവണ അവർ തമ്മിൽ കാണാറും സംസാരിക്കാറും ഒക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ പുലരുവോളം അവർ ഫോണിൽ കൂടി സംസാരിക്കും. അങ്ങനെ മാസങ്ങളാകുന്ന പരുന്തുകൾ മീനുകളാകുന്ന ദിവസങ്ങളെയും കൊത്തിയെടുത്ത് ദൂരേക്ക് പറന്നകന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ 2 വർഷം പോയി. അങ്ങനെ ശ്രുതിയും തൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കെത്തി. ജോലി തിരക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവർ തമ്മിൽ സംസാരിക്കാനൊക്കെ സമയം കണ്ടെത്തിയിരുന്നു. അല്ല ടീച്ചറേ, എനിക്കൊരു സംശയം. ഈ ശരൺ എങ്ങോട്ടാ പോയേ? ശരൺ പഠനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചേട്ടൻ്റെ കൂടെ ആയിരുന്നു കുറച്ച് ദിവസങ്ങൾ. അവനിങ്ങനെ ചേട്ടനെയൊക്കെ സഹായിച്ച് ചേട്ടൻ്റെ കൂടെ കടയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആ കടയിലെ തിരക്കൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു 10-12 മണിയൊക്കെ കഴിയും. ഇതിനിടയിൽ സംസാരിക്കാൻ തന്നെ പുള്ളിക്കാരന് സമയം കിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ സമയം ശ്രുതിയും പുതിയ ജോലിക്ക് വേണ്ടിയൊക്കെ തിരക്കുമായിരുന്നു. എന്ത് സംഭവിക്കാൻ, പതുക്കെ ഇവർക്കിടയിലെ സംസാരമൊക്കെ കുറഞ്ഞു. അവസാനം ഇവർക്ക് സംസാരിക്കാൻ സമയം കിട്ടാതെയായി. ഇത് തന്നെയായിരുന്നു അവരുടെ ഇടയിലെ ഏറ്റവും വലിയ പ്രശ്നവും. ഓഹോ, എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്തേലും ആട്ടെ. എന്നിട്ടെന്താ സംഭവിച്ചേ? അല്ല മുരളി സാറേ, ഇടയ്ക്കിടയ്ക്ക് സാറ് എന്തെങ്കിലുമൊക്കെ പറയുന്നതാണല്ലോ. ഇത്ര നേരമായിട്ട് സാർ ഇപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് ശരിയാ. അല്ല, അങ്ങനെ വരേണ്ടല്ലോ. സാധാരണ മുരളിച്ചേട്ടൻ്റെ നാക്ക് എപ്പോഴും തോക്കിൻ്റെ ഉണ്ടേക്കാൾ വേഗത്തിൽ പോവേണ്ടതാണല്ലോ. എന്താ പറ്റി മുരളിച്ചേട്ടാ? എൻ്റെ ടീച്ചറെ, ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ, ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കഥയും ഗുണവും ഇതിനുണ്ട്. നമ്മളെ ഈ ശരണിൻ്റെ ശ്രുതിയുടെ കഥയ്ക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രണയമുണ്ട്, സ്റ്റണ്ടുണ്ട്, തമാശയുണ്ട്, പാട്ടുണ്ട്, ക്ലൈമാക്സും പിന്നെ ഒരു വില്ലനും വരെയുണ്ട്. പിന്നെന്തോ വേണം? അത് സാറ് പറഞ്ഞാൽ ശരിയാ. ഞാനും ആലോചിച്ചു. വില്ലനായിട്ട് നമ്മുടെ മൊട്ട സതീഷില്ലേ? ഇനി ക്ലൈമാക്സ് ഒക്കെ നമുക്ക് കേട്ടറിയാം. ടീച്ചറെ, ബാക്കി അതോടെ പറ. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും പിന്നീട് ഒരു വർഷത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങ് കടന്നു പോയി. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം തലപൊക്കി തുടങ്ങി. എന്ത് പ്രശ്നം? അയ്യോ, ഇനി വീട്ടുകാരെ വല്ലതും ആണോ? അല്ല, ഇപ്പം സാധാരണ ഈ പ്രണയഭോജനങ്ങൾക്കിടയിൽ എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത് വീട്ടുകാർ തന്നെയാണല്ലോ. അതായിരിക്കുമോ? അയ്യോ അല്ല എൻ്റെ പൊന്നു മുരളി സാറേ, വീട്ടുകാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇത് പ്രശ്നം വേറെയാണ്.